Assalamu alaikum, welcome back to my channel. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ്. വേറെ ആർക്കുമല്ല, എൻ്റെ ബാബിക്ക് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ബ്രദറിൻ്റെ വൈഫിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാബി പ്രസവത്തിന് കൊണ്ടുപോയിട്ട് ബാബിയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ ബാബിനെ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഉമ്മയുടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉമ്മ ഉണ്ടാക്കുന്നതാണ്. ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരാമൽ പുഡിംഗ് ആണ്. അതിന് ഒരു 10 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ബീറ്റ് ചെയ്ത് പാലും പഞ്ചസാരയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യല്ല, വിസ്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം പിന്നെ ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിൽ പഞ്ചസാര മെൽറ്റ് ചെയ്ത് കാരാമലാക്കി എടുക്കുക. പിന്നെ ആ കാരാമൽ സെറ്റ് ചെയ്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഡയറക്റ്റ്ലി ഒഴിക്കാം. പക്ഷേ ഞങ്ങളിതിൽ ബ്രെഡ് ക്രംസ് ആക്കിയിട്ടുള്ള ബ്രെഡ് കാരാമൽ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. 2 ട്രേയിലാണ് സെറ്റ് ചെയ്തത്. അത് രണ്ടും അതേപോലെ തന്നെ കാരാമലായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ അത് ഒഴിച്ച് വെച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുക. പിന്നെ ഇത് നമ്മളെ കൂന്തൽ നിറക്കാനുള്ളതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ജീരകവും ചെറിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ്. വേറെ ഉണ്ടാക്കുന്നത് ഷവർമ സമൂസയാണ്. അതിലേക്കുള്ള ഉള്ളിയും അതുപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത് അത് കട്ട് ചെയ്ത് വെച്ചു. ഇച്ചിരി പച്ചമുളക് അതുപോലെ തന്നെ ക്യാരറ്റ്, അങ്ങനെ അത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെമ്മീൻ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുമ്പോൾ ചെമ്മീൻ കുറച്ച് വാങ്ങിയിട്ട് അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ ഉച്ചയ്ക്ക് വാങ്ങിക്കൊടുന്ന് വൈകുന്നേരമാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രാത്രി ആകുമ്പോഴത്തേക്ക് പോകാനുള്ളതുകൊണ്ട് അതുകൊണ്ട് എല്ലാത്തിൻ്റെ റെസിപ്പി അങ്ങനെ ഫുള്ളി ഉണ്ടാക്കുന്നതില്ല. നമ്മൾ ഒരാൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോഴോ അടുത്ത ആൾ അവിടെ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ കുറച്ചായിട്ട് എടുത്തിട്ടുള്ള വീഡിയോസാണ്. പിന്നെ നമ്മൾ എല്ലാവരും ചിലർ പല ടൈപ്പ് അരിയിട്ട് ചെയ്യാറുണ്ട്. ഞങ്ങളിവിടെ ബിരിയാണീൻ്റെ അരിയിട്ടാണ് ഇത് നറുക്കാറുള്ളത്. കൂന്തൽ അത്യാവശ്യം വലുപ്പമുള്ള കൂന്തൽ, അതിലേക്ക് ബിരിയാണീൻ്റെ അരിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മിക്സും ഉലുവയും ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിറക്കുക. അതുപോലെ തന്നെ കുക്കറിൽ വേവിച്ചെടുക്കുക. ഓവർ ഫില്ല് ചെയ്യരുത്. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ അതിന് പൊട്ടിപ്പോവും. കാരണം നമ്മൾ അരി പച്ചയായിട്ടല്ലേ നിറക്കണം. അപ്പോൾ അത് വെന്ത് വരുമ്പോൾ അത് അതിൽ പൊട്ടിപ്പോവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാരാമൽ പുഡിങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള മിക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിയും പച്ചമുളകൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ വേവിച്ചതാണ്. പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള ചെമ്മീൻ ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും ആക്കിയിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രോസ്റ്ററിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാരാമൽ പുഡിങ് നമ്മൾ ട്രേയിൽ നിന്ന് മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ്. പിന്നെ പറഞ്ഞിട്ടുള്ള കപ്പ ബിരിയാണിക്കുള്ള ചിക്കൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും ഉമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണോണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. കപ്പ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള ഷവർമ സമൂസയുടെ മിക്സ് തയ്യാറാക്കി ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് പിന്നെ അത് മയോണൈസ് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സമൂസ ഷീറ്റിൽ നിറക്കാനുള്ളതാണ്. പിന്നെ ആൾക്ക് കഴിക്കണം ഇതിൽ പ്രത്യേകമായിട്ട് താല്പര്യം പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു നമ്മുടെ അവിയൽ. അപ്പോൾ ഈ പലഹാരങ്ങളുടെ കൂട്ടത്തിൽ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ സമൂസ ഇവിടെ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള കൂന്തൽ വേവിച്ചെടുത്തിട്ട് അതൊന്ന് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാധാരണ അത് പുഴുങ്ങിയെടുക്കുക മാത്രമാകുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇത് നമ്മളെ ചിക്കൻ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാസ്തയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ ഇവിടെ വന്നു പോയി. അപ്പുറത്ത് ഞാനെന്തോ വേറെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേ ഉമ്മ പാസ്ത ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബാക്കി പ്രിപ്പറേഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അവിയലിലെ സാധനങ്ങളൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പണ്ടുള്ള കപ്പ ബിരിയാണിയിലേക്ക് കപ്പ വേവിച്ചിട്ട് നല്ലോണം ഉടച്ച് ആ മിക്സും കപ്പ ബിരിയാണിയും കൂടി മിക്സ് ചെയ്തു. പിന്നെ നമ്മുടെ സമൂസ ഫ്രൈ ചെയ്തെടുത്തു. നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിയലും കൂടി ഇനി റെഡി ആവാനുള്ളൂ. സമൂസ ഫ്രൈ ചെയ്തെടുത്തിട്ട് നമ്മൾ ബ്രോസ്റ്റ് അതിൽ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ഒരു സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ട് അതിലേക്ക് അത് മൈദയും കോൺഫ്ലോറും ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടില്ല. നമ്മൾ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന ചിക്കൻ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കോട്ട് ചെയ്തെടുത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മൾ അവിയൽക്ക് തേങ്ങ അരപ്പൊക്കെ ചേർത്ത് അങ്ങനെ ഇതൊരു 2.5-3 മണിക്കൂറിൻ്റെ യുദ്ധത്തിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ച എല്ലാ സാധനവും മാഷാഅല്ലാഹ് റെഡി ആയിട്ടുണ്ട്. അവിയൽ റെഡിയാക്കി, അതുപോലെ തന്നെ ചിക്കൻ കപ്പ ബിരിയാണി റെഡിയാക്കി, പിന്നെ നമ്മളുടെ ചിക്കൻ പാസ്ത റെഡിയാക്കി, കൂന്തൽ നിറച്ചത് റെഡിയായി, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ചെമ്മീൻ ബ്രോസ്റ്റ് റെഡിയായി, പിന്നെ ഷവർമ സമൂസയും. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, എല്ലാം പാത്രത്തിലാക്കിയിട്ട് അവിടെ എത്തിച്ച് അവരെ കൊണ്ട് കഴിപ്പിക്കും വേണ്ടേ. അങ്ങനെ ബാബിക്കും ബാബിയുടെ വീട്ടുകാർക്കുള്ള ഫുഡായിട്ട് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ പോവാൻ റെഡി ആവുമായിരുന്നു. പിന്നെ നമ്മൾ കാരമൽ പുഡിങ്ങും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഈ കണ്ടതിൻ്റെ എന്തെങ്കിലും റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ഇതുപോലെ ഇനിയും നല്ല ഫുഡിൻ്റെ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.